ഹലോ ഗൈസ്, ഹായ്. സൈഗുസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് തെന്മല ഇക്കോ ടൂറിസം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ, വിശേഷങ്ങൾ, ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറയാം. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതായത് ഇതാണ് ഗൈസ്, ഞങ്ങൾ എത്തി നിൽക്കുന്നത് തെന്മല എന്ന് പറയുന്ന ഒരു എക്കോ ടൂറിസം പ്രോജക്റ്റിൻ്റെ മുൻവശത്താണ് കേട്ടോ. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മെയിൻ ഗേറ്റാണ്, തെന്മല ഡാമിൻ്റെ. അപ്പോൾ അവിടെ വന്നു നമ്മുടെ ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ ഒന്ന് തിരക്കാൻ വേണ്ടി കയറിയതാണ്. ഇപ്പോഴിതാ ഇവിടെ നോക്കി, ഇവിടെയാണ് 6 സോണുകളുണ്ടല്ലേ ബാബാച്ചി? 6 സോണുകളാണുള്ളത്. അതെ, 6 സോണുകളാണുണ്ട്. നമ്മൾ 3 സോൺ നമ്മൾ തിരഞ്ഞെടുത്തു അല്ലേ? നമ്മൾ ലെഷർ സോൺ തിരഞ്ഞെടുത്തു, പിന്നെ ചിൽഡ്രൻസ് പാർക്ക് തിരഞ്ഞെടുത്തു, ഡിയർ പാർക്ക് തിരഞ്ഞെടുത്തു. ഇതിൽ ലെഷർ സോണ് 80 രൂപ, ചിൽഡ്രൻസ് പാർക്ക് 30, മാനിനെ കാണാനുള്ളത് 30 അല്ലേ. ഇതിൽ ഇപ്പോൾ ഓണം പ്രമാണിച്ച് അവിടെ ലൈറ്റ് ഉള്ളത് കാരണം റേറ്റ് ഒരു 10 രൂപ വെച്ച് കൂടിയിട്ടുണ്ട്. നിങ്ങൾ പോകുമ്പോൾ ഇതായിരിക്കത്തില്ല കേട്ടോ റേറ്റ്. പക്ഷെ നമ്മൾ പോകുമ്പോഴത്തേക്കും വളരെ മനോഹരമായിട്ടുള്ള കുറേ കാഴ്ച കണ്ടത്, കുറേ മങ്കീസ്, കുരങ്ങന്മാർ, മൊത്തം റോഡ് നിറച്ചതാണ്. പക്ഷെ നമ്മൾ വരുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് നമ്മൾ പറയുന്നത്, നിങ്ങൾ വളരെ സേഫ്റ്റി ആയിട്ട് നിങ്ങൾ വാഹനങ്ങളെല്ലാം പൂട്ടിയിട്ട് തന്നെ പോകുക. നമ്മുടെ ഓഫീസിൽ നിന്നും തിരിച്ച് പിന്നെ റിട്ടേൺ ആണ് നമ്മുടെ പാലോട് നിന്നാണ് പോയത്. തിരിച്ച് റിട്ടേൺ പിന്നും വന്ന് നമ്മുടെ എക്കോ ടൂറിസം പ്രോജക്റ്റിൻ്റെ ഡാം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവിടെ ഒരു നമ്മുടെ ലെഷർ സോണിലേക്കാണ് നമ്മുടെ ദിനോസറിന്റെയും അങ്ങനെയുള്ള കുറേ വനയാത്ര തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ നമുക്ക് ദിനോസറിനെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയത്തില്ല, ജീവനോടുകൂടി കാണാൻ കഴിയത്തില്ലല്ലോ. പക്ഷെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിലുള്ള കാഴ്ചകൾ. കൊല്ലം ജില്ലയിലെ ഒരു എക്കോ ടൂറിസം പദ്ധതിയാണ് കേട്ടോ നമ്മുടെ തെന്മല എക്കോ ടൂറിസം. 2001 ആരംഭിച്ച ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത എക്കോ ടൂറിസം കേന്ദ്രമാണ്. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള തെന്മല എക്കോ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിക്കാണ് ഇതിന് നടത്തിപ്പവകാശം കേട്ടോ. കുളത്തൂപ്പുഴ റിസർവ് വനമേഖലയിലെ ചെന്തുരുത്തി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനമാണ് നമ്മുടെ തെന്മല. ആ ആസ്ഥാനം എന്ന് പറയുന്ന ആ സ്ഥലത്തൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിതിനകത്തുള്ള ഒരു വനപ്രദേശത്തോടു കൂടി പോകുമ്പോഴത്തേക്ക് ഒരുപാട് ദിനോസറിൻ്റെയും അതുകൂടാതെ മയിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ രൂപങ്ങളാൽ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ജീവനില്ലാത്ത പ്രതിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് നമ്മുടെ കൂടെ ഒരുപാട് പേരില്ലായിരുന്നെങ്കിൽ പിന്നെ നോക്കിയപ്പോൾ കുറേ യാത്രക്കാർ നമ്മോടൊപ്പം കൂടി കേട്ടോ. അപ്പം നമ്മളൊന്ന് ബേക്ക് വരിഞ്ഞു, അവർ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചു. അവർക്കൊരു ശല്യം വേണ്ട എന്ന് പറഞ്ഞ് നമുക്കൊന്ന് വീഡിയോ ഒക്കെ എടുക്കണം, ഫോട്ടോ എടുക്കണം. അതുകൊണ്ട് നമ്മളെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ പോകാൻ വിചാരിച്ചു കേട്ടോ. ഗെയ്സ്, എനിക്കറിയത്തില്ലായിരുന്നു ഇതുപോലെ ഒരുപാട് ഇനത്തിലുള്ള ദിനോസറുകൾ ഉണ്ടെന്ന്. ഇവിടെ അതിൻ്റെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരുപാട് ഇനത്തിലുള്ള ദിനോസറുകളുടെ നമ്മുടെ പ്രതിമകളും ഫോട്ടോസൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും രൂപം ഉള്ള ദിനോസറുകളൊക്കെ ഇപ്പം ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ജീവനോടെ കാണുമോ? ഇത് കണ്ടോ, നല്ലൊരു മരം കണ്ടോ, ഒരു മരപ്പൊത്ത്, നല്ല ഫോട്ടോയൊക്കെ എടുക്കാൻ കഴിഞ്ഞ ഒരു മരപ്പൊത്ത് നമ്മൾ കാണാനിടയായി കേട്ടോ. നമ്മളൊരു ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും യാത്ര തോന്നുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോയപ്പോഴത്തേക്ക് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റി കുറേ സ്പോട്ടുകൾ ശില്പങ്ങൾ ഒരുപാട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ കാട്ടിനകത്ത്. ഇതൊരു വനയാത്ര പോലെ ഉണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ കാട്ടിനകത്തൂടെ പോകുന്ന ഒരു ഭീതി. അതിൻ്റെ ഇടയിൽ നമ്മളെ ദിനോസറുകൾ, മീന് പറയുന്നുണ്ടോ എന്തൊക്കെ ജീവൻ ഉണ്ടായിരുന്നെങ്കിലല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ തിരുവാതിര അതിൻ്റെയൊക്കെ ഇത് ചെയ്തു, മോഹിനിയാട്ടത്തിൻ്റെ ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, രൂപങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ യാത്ര നമ്മളങ്ങ് അതൊക്കെ കണ്ട് നമ്മൾ ആസ്വദിച്ചങ്ങ് നടക്കുകയാണ്. കൂടെ മീനു ടീമുണ്ട്, എൻ്റെ വാവച്ചിയുമുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്ക് പക്ഷേ വളരെ സേഫ്റ്റി ആയിട്ട് നമുക്ക് നടന്നിറങ്ങാൻ വേണ്ടി എല്ലായിടത്തും വേലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അത് കഴിഞ്ഞ് നമ്മുടെ താഴെ ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്കൊരു സ്പോട്ട്, ഫോട്ടോ എടുക്കാനുള്ള ഒരു സ്പോട്ടുണ്ട്. ഒരു ചിറകോടുകൂടി നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ട്. അവിടെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് ഏരിയയും. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുൻപോട്ട് പോകുമ്പോഴത്തേക്കാണ് നമുക്ക് ഡാം കാണാൻ കഴിയുന്നത്. ഡാം വളരെ വിശാലമായി നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ കഴിയും. അവിടെയും ഇരിക്കാനുള്ള സംവിധാനം എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് ആസ്വദിക്കാം ഡാമിന്റെ ആ ഒരു ഭംഗി, അതിന്റെ ചുറ്റുപാടുകളൊക്കെ നമുക്ക് ഇരുന്ന് തന്നെ ആസ്വദിക്കാം കേട്ടോ. അതെ,
വളരെ നല്ല രീതിയിലുള്ള ഒരു വ്യൂ തന്നെയാണ് നമുക്ക് ഇത് ഒത്തിരി നടക്കാനുണ്ട്, പക്ഷെ നമുക്ക് ആ ഒരു ക്ഷീണമൊന്നും തോന്നത്തില്ല, കാരണം അധികം വെയിലേക്കത്തില്ല കേട്ടോ. നല്ല തണുപ്പാണ്, നല്ല കാറ്റാണ്, അതുകൊണ്ട് നമുക്കൊരു മടുപ്പ് തോന്നത്തില്ല. അവിടെ പിന്നെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അത് നമ്മൾ ഒരുപാട് വീഡിയോ നമ്മൾ ഇത് ഒഴിവാക്കിയതാണ് കേട്ടോ, ഒരുപാട് ലോങ് ആവും എന്നുള്ളതുകൊണ്ട്. കുറേ ദിനോസറുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ യാത്ര പിന്നും തുടർന്നു നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നടന്ന് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു മീശപ്പൂ എന്ന് പറയുന്ന ഐറ്റമൊക്കെ വാവച്ചി മീനൂട്ടി കൊണ്ട് പറക്കുന്നുണ്ട് ഇവിടെ നിന്ന്. കണ്ടോ ആ ഒരു ചുറ്റുപാടും കണ്ടോ നിങ്ങള്? അതെ, അത് കഴിഞ്ഞ് നമ്മളിതാ വന്നപ്പോഴത്തേക്കാണ് ഇതാ കാണുന്നത്, നോക്കി ഊഞ്ഞാല്. അപ്പം മീനൂട്ടി ഊഞ്ഞാല് കാണും. മീനൂട്ടിക്ക് അത് വേറെ ലെവലാണല്ലോ, ഓടി മീനൂട്ടി ഊഞ്ഞാലിൽ കുറച്ച് വെയിലായതുകൊണ്ട് നമ്മൾ പറഞ്ഞു പിന്നെ പാർക്കിലോട്ട് പോകാൻ. നമ്മുടെ തൂക്കുപാലം അല്ലേ, തൂക്കുപാലം ഇതാണ് നമ്മുടെ തൂക്കുപാലം, തെന്മല. ഇവിടെ നമുക്ക് 5 പേർക്ക് ഒരു സമയം 5 പേർക്ക് മാത്രമാണ് ഇവിടെ പ്രവേശനമുള്ളത് കേട്ടോ. നമ്മുടെ 2 പേരും നമ്മുടെ ഒരു കുഞ്ഞു മോളും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് കയറാം. ഈ തൂക്കുപാലത്തിന്റെ ഇരുവശം അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്, ലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ നേരെ തൂക്കുപാലമൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പിന്നും അവിടെ നിന്നും പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സർവീസ് നമ്മൾ ഏകദേശം കഴിഞ്ഞു. ഇവിടെ ഒരു ചെറിയൊരു ടീ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ടാണ് പുറത്തിറങ്ങിയത്. പിന്നെ മുമ്പ് ഇവിടെ നിന്ന് വനവിഭവങ്ങളൊക്കെ വാങ്ങാൻ സൗകര്യം ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ ഗേറ്റിന്റെ ഓപ്പോസിറ്റ് ഉള്ള റോഡ് നമ്മൾ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ചെണ്ടുരുത്തി എക്കോ ടൂറിസം എന്ന് പറയുന്ന ഒരു ഓഫീസ് കൊണ്ടുപോകും. നമ്മൾ അങ്ങനെ അവിടെ കയറി, അവിടെ നമ്മുടെ കുട്ടവഞ്ചി സവാരിയുടെയും ബോട്ടിങ്ങിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോയാണ് നമ്മൾ അവിടെ ഇട്ടത്. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് പിന്നും തെന്മല എക്കോ ടൂറിസത്തിൻ്റെ പദ്ധതിയാണ് കേട്ടോ. നമ്മൾ നേരെ അവിടെയാണ് നമ്മുടെ കൊച്ചു കുട്ടികൾക്കായിട്ടുള്ള പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക്. നോക്കിയേ നമുക്ക് പാർക്കിനകത്തോട്ട് കയറാം. അപ്പോൾ നമ്മളങ്ങനെ നേരെ ഇതാ പാർക്കിനകത്തോട്ട് കയറാനുള്ള എൻട്രി ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. അകത്ത് കയറുമ്പോൾ തന്നെ നമ്മുടെ സ്വീകരിക്കുന്നത് ട്രെയിൻ യാത്രയിലോട്ടാണ് കേട്ടോ. ഇവിടുത്തെ ട്രെയിൻ യാത്രയ്ക്ക് പ്രത്യേകം ടിക്കറ്റ് എടുക്കണം കേട്ടോ, അത് ഈ ഓഫീസിൽ സൗകര്യം ഉണ്ട് കേട്ടോ. അതെ, 30 രൂപയാണ് ആ ട്രെയിൻ യാത്രയ്ക്കുള്ള ടിക്കറ്റിൻ്റെ ചാർജ്. അപ്പോൾ നമ്മൾ മീനൂട്ടിക്കും ഒരു ടിക്കറ്റ് എടുത്തു. ഒരു 2-3 സർവീസ് ഉണ്ടായിരുന്നു അല്ലേ, 3 പ്രാവശ്യം റൗണ്ട് ചെയ്ത് വന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്ര തന്നെയാണെന്നാണ് നമ്മുടെ മീനൂട്ടി പറയുന്നത്. നമ്മള് ഓണത്തിന് അവളുടെ ഒരു അടിച്ചുപൊളി സന്തോഷമല്ലേ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇതൊക്കെ ടിക്കറ്റ് എടുത്താൽ കയറ്റുന്നുണ്ട്. ഒരുപാട് തവണ പലയിടത്തും കയറിയിട്ടുണ്ട്, എന്നാലും കുട്ടികൾക്ക് വരുമ്പോൾ ഒരു സന്തോഷമല്ലേ. പിന്നെ അത് കഴിഞ്ഞ് നോക്കി വിശാലമായിട്ടുള്ള പാർക്ക് തന്നെയാണ്, നല്ല സൂപ്പറായിട്ടുള്ള പാർക്കൊക്കെ കൊള്ളാം. പക്ഷേ നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു നെഗറ്റീവ് ഉണ്ട് കേട്ടോ. എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരുപാട് നല്ല നല്ല രൂപങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും കോഴി, കാക്ക, മയില്, കുയില് ഒന്നും വൃത്തിയില്ല. എന്ന് പറഞ്ഞാൽ പെയിന്റ് ചെയ്തിട്ടില്ല, ഒന്നും പെയിന്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഇത്രയും ക്യാഷൊക്കെ ഓരോരുത്തർ കൊടുക്കുന്നതല്ലേ, അപ്പൊ അവർക്ക് അതൊന്ന് വൃത്തിയാക്കി വെക്കാമായിരുന്നു. ആനയൊക്കെ നിൽക്കുന്നത്, നമ്മുടെ ഈ ഇതേപോലുള്ള ആന എനിക്ക് തോന്നുന്നു 4 ലക്ഷം രൂപയ്ക്ക് മേലിലൊക്കെ ആവുമെന്ന് തോന്നുന്നു ഇതിൻ്റെയൊക്കെ റേറ്റ്. നമ്മൾ ഒരിക്കൽ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളായിരുന്നു. അതെ, ആർട്ട് ഗാലറിയിൽ നമ്മൾ ഒരിക്കൽ ചോദിച്ചിട്ടുള്ളത് 4 ലക്ഷം രൂപയ്ക്ക് മേലാണ്ട് റേറ്റ് ഉണ്ട്. എന്നാലും നമ്മുടെ കുട്ടികളുടെ ഒരു സന്തോഷമല്ലേ ഇതൊക്കെ കാണുന്നത്. നമ്മളിവിടെ കയറുന്നത്, അപ്പൊ ഇതൊക്കെ ഒന്ന് പെയിന്റ് ചെയ്ത് മെയിൻ്റെനൻസ് ചെയ്ത് കീപ്പ് ചെയ്ത് പോകാനുള്ളതായിരുന്നു. ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമൊക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടുമായിരുന്നു, പക്ഷേ അതിന് നമുക്കൊരു എന്തോ ഒരു വിഷമം തോന്നി കേട്ടോ. അതൊക്കെ അങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് പെയിന്റ് ഒന്നും ഇല്ലാതെ. നമ്മൾ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു മേൽപ്പാലത്തിൽ കൂടെ ഒരു വനത്തിലോട്ട് കയറി പോകുന്ന ഒരു എൻട്രി പാലത്തിൽ കൂടെ കയറി മുകളിലൂടെ ഒരു ചെറിയൊരു യാത്രയുണ്ടായിരുന്നു. നടന്ന് ഞാൻ പിന്നെ താഴെ വന്നു. അത് അപ്പോഴും ഇവർ വന്നിട്ടില്ലായിരുന്നു. അവർ കുട്ടിയും നമ്മുടെ അമ്മക്കുട്ടിയും താഴെ നിന്ന് അവർ 2 പേരും കൂടെ അവിടെ പാർക്കിൽ കളിച്ചു. ഞാനങ്ങനെ നടന്നു വന്നപ്പോൾ നോക്കിയപ്പോൾ ജീവനുള്ള മയിൽ ഇതിനിടയ്ക്ക് എൻ്റെ മുൻവശത്ത് കൂടെ നടന്നു പോയി. അങ്ങനെ നമ്മളിവിടുത്തെ പാർക്കിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മൾ പുറത്തിറങ്ങി. മീനൂട്ടിക്ക് വരാൻ തോന്നുന്നില്ല, പാർക്ക് ഒരുപാടുള്ളതുകൊണ്ട് മീനൂട്ടി ഓടി കളിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഭക്ഷണ സൗകര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മൾ നേരെ ഇവിടെ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങി ഇനി നമുക്ക് പോവേണ്ടത് നമ്മുടെ മാൻകുട്ടികളെ കാണാനാണ്. അതെ, ഇനി ഇവിടെ നിന്ന് ഇനിയും 1 കിലോമീറ്റർ കൂടെ അങ്ങോട്ട് ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഡിയർ പാർക്ക് ഉണ്ട്. ഡിയർ പാർക്കിൻ്റെയും നമ്മുടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിയർ പാർക്കിൽ എല്ലായിടത്തും എടുക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഇതാണ് ഡിയർ പാർക്ക് എൻട്രി എന്ന് പറയുന്നത്. നമ്മുടെ ചെന്നൊരു മെയിൻ റോഡിൽ കയറി അവിടെ നിന്ന് ഇടത്തോട്ട് 400 മീറ്ററോളം പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഡിയർ പാർക്ക്.
പിന്നെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താത്തതായിട്ട് ശലഭ ഉദ്യാനമുണ്ട്, പിന്നെ ശില്പ ഉദ്യാനമുണ്ട്, പിന്നെ ഉള്ളത് ഇത് സാഹസിക മേഖല, അതായത് അഡ്വഞ്ചർ സോൺ. ഇതൊന്നും നമ്മൾ കയറിയിട്ടില്ല. നമുക്ക് അത് ഉൾപ്പെടുത്താത്ത, നമുക്ക് കയറാൻ താല്പര്യമില്ലാത്തതിനാൽ നമ്മൾ കയറിയില്ല എന്നുള്ളതേ ഉള്ളൂ. അതെ, ഇതൊക്കെ അവിടെ ഉണ്ട്. പിന്നെ 150 രൂപയാണ് അഡ്വഞ്ചർ സോൺ. എന്നിട്ട് പ്രത്യേകം ടിക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കൊന്നും വേണ്ട എന്നുള്ളതുകൊണ്ട് നമ്മൾ എടുത്തില്ല കേട്ടോ. പിന്നെ നമുക്ക് മാൻ പാർക്ക്, നമ്മുടെ ഡിയർ പാർക്കിനെ കുറിച്ചൊന്ന് കേട്ടാലോ. ഇത് ശലഭോദ്യാനത്തിൽ നിന്നും 2 കിലോമീറ്റർ ദൂരെയാണ് ഇത്. പുള്ളിമാൻ, സാമ്പാർ, ബാർക്കിംഗ് ഡീർ എന്നിവ ഇവിടെ ഉണ്ട് കേട്ടോ. വൻ മരങ്ങൾ നിറഞ്ഞ ഇടമാണ് കേട്ടോ നമ്മുടെ ഈ സ്ഥലം എന്ന് പറയുന്നത്. വിശ്രമത്തിനായി ഏറുമാടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഏറുമാടത്തിൽ കയറാൻ കഴിഞ്ഞില്ല. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. നമ്മൾ വരുന്ന നമ്മൾക്ക് നമ്മുടെ ഇവിടെ കാണാൻ മാനൊക്കെ കാണാൻ നല്ല ഇണങ്ങി കിടപ്പുണ്ട്. നമ്മൾ ഫുഡൊക്കെ ചെറിയ ചെറിയ തോൽ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമ്മുടെ ആ പച്ചപ്പുള്ള തോലൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ വളരെ സന്തോഷപൂർവ്വം നമ്മുടെ കൂട്ടത്തേക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആണ്. മീനൂട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മീനൂട്ടിക്ക് അവിടെ തിരിച്ചു വരണമെന്നേ ഇല്ല. മീനൂട്ടി ഞാൻ വയറ് വിശന്നതുകൊണ്ടാണ് നമ്മളവിടുന്ന് പുറത്തിറങ്ങിയത്, അല്ലെങ്കിൽ ഇരിക്കുവായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വിശപ്പടിച്ചത് കാരണമാണ് നമ്മൾ പുറത്തിറങ്ങി, അല്ലെങ്കിൽ നമ്മൾ പിന്നും അവിടെ ഇരുന്ന് തന്നെയായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ മീനൂട്ടിക്ക് അത് ഭയങ്കര സന്തോഷമായിരുന്നു. മീനൂട്ടിക്ക് അതിന് ഈ തോല് കൊണ്ട് കൊടുക്കുക, എല്ലാവരും അവളുടെ അടുത്ത് വരും. അപ്പൊ ഒന്ന് തൊട്ടൊക്കെ നോക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നമുക്കും നമ്മൾ ഇത്ര മ്യൂസിയത്തിൽ പോയാലും ആരും മ്യൂസിയത്തിൽ പോയാലും അത് അടുത്തൊന്നും വരത്തില്ല, ദൂരെ മാറുന്നു. പക്ഷെ ഇവിടെ അത് വേറൊരു ലെവൽ തന്നെയാണ്. എപ്പോഴും ആള് വരുന്നത് കൊണ്ടായിരിക്കും കുഞ്ഞും വലുതുമായിട്ട് പല സൈസിലുള്ള മാനുകളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. നല്ല ഭംഗിയായിരുന്നു. കൊമ്പുള്ള മീന് പറയുന്നുണ്ടോ, വലിയ കൊമ്പ് നമ്മള് പടത്തിലൊക്കെ കാണുമ്പോഴത്തെ കൊമ്പുള്ള മാന, കൊമ്പുള്ളതുണ്ട്, കൊമ്പില്ലാത്തതുണ്ട്, നല്ല പുള്ളിമാനും. അപ്പൊ അവിടെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയപ്പോഴത്തെ അവിടെ ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഷോപ്പിൽ നിന്ന് മീനു ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ബിസ്ക്കറ്റ് നമ്മളൊരു കപ്പലണ്ടി മാച്ചു, ഒരു കപ്പലണ്ടി മാച്ചു. പിന്നെ അവിടെ ഒരു ഊഞ്ഞാലാട്ടം. ഓണമായതുകൊണ്ട് കുറെ ഓണമായ നമ്മളിപ്പോ ഓണാണല്ലോ, അപ്പൊ എന്താ ഊഞ്ഞാലാടുക. നമ്മൾ ഓണത്തിനാണ് ഈ പോകുന്നത്. അവിടെ നമ്മൾ അതുകൊണ്ട് ഊഞ്ഞാലും കൂടെ ആടാന്ന് വിചാരിച്ചു. വൻ മരങ്ങളുടെ മുകളിൽ നിന്നും വളരെ വിശാലമായിട്ട് മയിലിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതെ, നല്ല വിശാലമായിട്ടുള്ള നമ്മൾ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നോക്കിയപ്പോൾ മയിലിന്റെ എന്നുള്ള ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല തണലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെ, നല്ല തണലാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. നമുക്ക് മടുപ്പ് തോന്നത്തില്ല, നമുക്കൊരു ക്ഷീണം തോന്നത്തില്ല. അതായിരുന്നു ഇവിടുത്തെ പ്രത്യേകത. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളൊരു കൂട്ടം കൂടിയൊക്കെയാണ് വരികയാണെങ്കിൽ ഇവിടെ ഓടി കളിക്കാനും എന്തെങ്കിലും കളിക്കാനൊക്കെ ഒരു പാർക്കുണ്ട് കേട്ടോ. ഇവിടെയും ഉണ്ട്, ഒരു കുഞ്ഞു പാർക്കുണ്ട്. പക്ഷെ മീനും നമ്മളെ ഊഞ്ഞാലാട്ടത്തിലായിരുന്നു. നമ്മളെല്ലാരും ഊഞ്ഞാലാട്ടത്തിലായിരുന്നു. ഇവിടെയും കൊച്ചു കുട്ടികൾക്കായിട്ട് പാർക്ക് അനുവദനീയം. അങ്ങനെ നമ്മൾ ഇവിടെ നിന്നും ഇറങ്ങുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഇവിടുത്തെ ഓഫീസിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടത്തേക്കുള്ള ഈ മാൻ പാർക്കിലേക്കുള്ള ടിക്കറ്റ് നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ പാലോട് ഭാഗത്തോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ബോട്ട് സർവീസും അതുപോലെ കുട്ടവഞ്ചി സവാരിയൊക്കെ നടത്തുന്ന ഒരു ഏരിയ ഉണ്ട് കേട്ടോ. നമ്മളെ ഏതാണ് ഡാമിൻ്റെയൊക്കെ പുറകു ഭാഗം. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇപ്പം എത്തി നിൽക്കുന്നത്. വളരെ അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നമ്മുടെ കാണാൻ വന്നതാണ് കേട്ടോ, ഒന്നിനും കയറിയില്ല, ജസ്റ്റ് ഒന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ബോട്ട് സർവീസ് എല്ലാം ഇവിടെയാണെന്ന്. നമ്മുടെ ഒരു കുട്ടവഞ്ചി സവാരി ഇങ്ങനെയുള്ളതെല്ലാം ഇവിടെ ഉള്ളത്. പക്ഷേ എനിക്കത് വളരെ റേറ്റ് എന്തോ കൂടുതലായി തോന്നി. വഞ്ചിക്ക് 545 പറഞ്ഞത് ഒരു റൗണ്ട്. നമ്മൾ 3 പേർക്കായിട്ട് 545 രൂപയാണ് കണ്ടത്. പക്ഷെ അത് എനിക്കൊന്ന് ഓവറാണെന്ന് തോന്നുന്നു, അത് കൂടുതലാണെന്നാണ് തോന്നുന്നത്. നമ്മളന്ന് അവിടെ തെമ്മല നമ്മൾ ഇതിൻ്റെ റേറ്റ് ചോദിച്ചപ്പോഴത്തേക്ക് ഇത്ര റേറ്റ് ഇല്ലായിരുന്നു തെമ്മല 3 പേർക്ക്. അതുപോലെ അത് ദൂരവും കൂടുതലാണ്. നല്ല ഒരുപാട് സമയം നമുക്കതിലിരിക്കാൻ കഴിയും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കറക്കം കറങ്ങി തിരിച്ചു വരുമ്പോൾ അവർ ഇത്രയും റേറ്റ് വാങ്ങിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു കൊള്ളയല്ലേ. അവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവിടെ നിന്ന് കാണുമ്പോൾ ഉള്ള വ്യൂ ഒക്കെ സൂപ്പറാണ് കേട്ടോ. അതെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ യാത്ര നമ്മളിവിടെ അങ്ങ് അവസാനിപ്പിക്കുന്നു. അപ്പോഴോ ഓക്കെ, ബൈ ബൈ, ടാറ്റാ, സി യു.